നമ്മളെ ഭൂതകാലത്ത് കെട്ടിയിടുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുള്ളത്. വർഷങ്ങൾക്ക് മുന്നേ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും സിലബസുകളാണ് നാം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിങ്ങിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് രീതികളെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കിടെക്ചറൽ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 3D പ്രിന്റിംഗ് പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികളെ കുറിച്ച് അറിവില്ലാത്തത്. അതുപോലെ തന്നെ ഫൈനാൻസ് മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ കറൻസീസിനെ കുറിച്ചും ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡേൺ ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ച് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ മേൽ പൈ ചാരിയത് കൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം. 2, എനിക്കിനി ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസ്കില്ല് ചെയ്യാനോ പറ്റും. അതായത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പഠിച്ചത് പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടി വരും. എന്നിട്ട് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വളരെ ഫാസ്റ്റിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു അനുദിനം പുതിയ പുതിയ ടെക്നോളജീസ് വരിക. ഈ ടെക്നോളജീസ് എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെയും ബിസിനസ്സിനെയും ജോലിയും എല്ലാം ബാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല ബിസിനസ്സുകളും ജോലികളും നാളെ ഉണ്ടായില്ല എന്ന് തന്നെ വരാം. അതുപോലെ തന്നെ പുതിയ പല ബിസിനസ്സുകളും ജോലി സാധ്യതകളും നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടായി വന്നെന്നും വരാം. അപ്പോൾ ഈ മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുകയോ റീസ്കില്ല് ചെയ്യുകയോ നമ്മൾ ചെയ്യണം. ഒരിക്കലും നമ്മൾ നമ്മുടെ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും പഠിക്കുന്ന പഠനം പൂർണ്ണമാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. നിങ്ങളൊരു കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ആദ്യം ഒരു ഇന്റേൺ ആയിട്ടോ അല്ലെങ്കിൽ ന്യൂ കമർ ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ട്രെയിനിങ് തരുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ആ സ്ഥാപനത്തിന് വേണ്ട സ്കില്ലും എക്സ്പെർട്ടീസും കൊടുക്കാൻ ആ പുതിയ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അയാൾ പഠിച്ച പല കാര്യങ്ങളും ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അയാൾ പഠിച്ചതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ സ്ഥാപനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ സമ്പ്രദായം മൊത്തം മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതൊരു ഫാക്റ്റാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റീസ്കില്ല് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.